നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോ ഏതായാലും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞിട്ട് ഏതാണ്ട് 60-62 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഓരോ ആഴ്ച കഴിയും തോറും നമ്മുടെ ഫാൻ ബേസുകൾ സപ്പോർട്ടുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിരന്തരമായി നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കേസുണ്ട്. ഇപ്പോഴൊന്നും നിങ്ങൾ ആരും ആഘോഷിക്കേണ്ട, ആരും അഹങ്കാരത്തിൽ തുള്ളിച്ചാടുകയും വേണ്ട. ഇത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഈ പറയുന്ന പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന PR-കളോ അല്ലെങ്കിൽ അന്തം ഫാൻസുകളോ മാത്രമാണ് മാറാത്തത്. അവർ അന്നും ഇന്നും ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അല്ലാതെ കുറച്ച് നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്. അവർ കളി നോക്കി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന സാബുമോന് വോട്ട് കിട്ടുന്നത് എങ്ങനെയാണ്, മാസ് കാണിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല. അപ്പൊ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. ഈ പറയുന്ന അവരുടെ ചിന്തകൾ അവർ എപ്പോഴും കളി നോക്കി അല്ലെങ്കിൽ ഗെയിം നോക്കി തന്നെ ടപ്പേന്ന് അവരുടെ ചിന്തകൾ മാറി അന്നത്തെ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗിൽ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് വോട്ടിടുന്നവരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ച കഴിയും തോറും എല്ലാവരുടെയും ഈ പറയുന്ന ഫാൻ ബേസിന്റെ നില എന്ത് ചെയ്യുന്നറിയുമ്പോൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ എന്റെ തന്നെ ഒരു പോള് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ എന്താണ്, കുറെ ആഴ്ചകൾ 3 ആഴ്ച മുന്നോട്ടുള്ള പോളുകൾ ഉൾപ്പെടെ അതുൾപ്പെടെ നമ്മൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഫാൻ ബേസ് ടപ്പേനെ മാറുന്നത്. ഇപ്പോൾ നിലവിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്നും കൂടി നമുക്ക് നോക്കാം. അതുപോലെ എന്റെ ഈ ഒരു പോള് ഞാൻ മറ്റുള്ള പോളുകളൊക്കെ നോക്കിയാൽ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. ഈ വ്യത്യാസം എല്ലാ പോളുകളും, എല്ലാ യൂട്യൂബ് പോളുകളിലും ഏതാണ്ട് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഈ ചെറിയ പോളുകൾ നോക്കട്ടെ, ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന പോളുകളെ കുറഞ്ഞത് 1 ലക്ഷമെങ്കിലും പോൾ ചെയ്തിരിക്കണം. എങ്കിലും നമുക്കൊരു ഒരു ഊഹം അല്ലേ, ഒരു കണക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള പോളുകളാണ് ഞാൻ നോക്കുന്നത്. 1 ലക്ഷത്തോളം അടുപ്പിച്ച് വരുന്നത്. അതായത് 3 ആഴ്ച മുമ്പ്, മനസ്സിലായി, ഇന്ന് 62-63 ദിവസമായി. 3 ആഴ്ച മുമ്പ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കാണ് കൂടുതൽ സപ്പോർട്ട്? അതിനകത്ത് ഞാൻ 2 പേരുടെ പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. വളരെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അനിമോളും അനീഷും, ഈ 2 പേരുടെ പേരുകൾ മാത്രം ഇട്ടുകൊണ്ട് ഒരു പോൾ ചെയ്തു. ഏതാണ്ട് 93,000 പേര് അതിൽ വോട്ട് ചെയ്തു. അതിൽ നോക്കണം, 64% അനിമോളിന് വോട്ടുണ്ടായിരുന്നു. 64%. അനീഷിന് വെറും 36. അതായത് ഈ പറയുന്ന അനീഷിന്റെ ഏതാണ്ട് ഡബിൾ വോട്ട്, മനസ്സിലായോ? ഡബിൾ വോട്ട് ആർക്ക്? ഈ പറയുന്ന അനിമോൾക്കുണ്ടായിരുന്നു. അത്രയും ഭൂരിപക്ഷം അനിമോൾക്കുണ്ടായിരുന്നു, മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു 9 ദിവസം മുമ്പ് ഞാനൊരു പോൾ ഇട്ടു. 9 ദിവസം മുമ്പ് ആ പോളിൽ ഞാൻ പറഞ്ഞത് ആര് കപ്പടിക്കും എന്നുള്ളതായിരുന്നു. ആ ഒരു പോള്, ആര് കപ്പടിക്കും. അതിനകത്ത് അനിമോളുണ്ട്, ഷാനവാസ് ഉണ്ട്, അനീഷ് ഉണ്ട്, അക്ബർ ഉണ്ട്. ഇത്രയും പേര് ഒരുവിധം പിന്നീട് ഈ പറയുന്ന ശക്തമായി നിൽക്കുന്നു എന്ന് തോന്നിയ 4 പേരുടെ പേരിട്ടു. അതില് കഴിഞ്ഞ തവണ ഇതില് പോള് 108, അതായത് 1,08,000 പേര് ഇതിൽ പോൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 64,000 അനിമോളുടെ പോളിംഗ് ഈ പ്രാവശ്യം വെറും 33 ചുരുങ്ങി എന്ന് മാത്രമല്ല, അനീഷ് മുന്നോട്ട്, അതായത് 9 ദിവസം മുമ്പ് അനീഷ് 47%, അനിമോളെ കാട്ടി എന്താണ്, ഈ അനിമോളെയും കാട്ടി ഒരുപാട് മുന്നിൽ പോയി. 47, ഏതാണ്ട് പകുതിയോളം, 1,08,000 പേര് വോട്ടിട്ടപ്പോൾ ഏതാണ്ട് 50,000-ഓളം പേര് ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്തു. ഒരാഴ്ച മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് കംപ്ലീറ്റ് മാറി. അവിടെ ഷാനവാസിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഷാനവാസിന് വെറും 18% മാത്രമേ അവിടെ പോളുള്ളൂ. അക്ബറിന് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് നമ്മുടെ പോളുകളിൽ കാണുന്നത്. ഇനി ഒരു 4 ദിവസം മുമ്പ്, മനസ്സിലായോ, അതായത് ഞാൻ 9 ദിവസം മുമ്പ് ഇട്ടതിൽ ഏതാണ് 33% അനിമോളിനും 47% അനീഷിനുമാണ്. ഇനി ഒരു 4 ദിവസം മുന്നേ ഇട്ട പോളിൽ അനിമോളുണ്ട്, അനീഷ് ഉണ്ട്, ഷാനവാസ് ഉണ്ട്, ലക്ഷ്മിയുണ്ട്. ഇത്രയും പേര്. ലക്ഷ്മിക്ക് വളരെ കുറവാണ്, 2%. അതിൽ 191K, ഏതാണ്ട് 1,91,000 പേര് വോട്ട് ചെയ്തപ്പോൾ അവിടെ അനിമോളുടെ ആ ഒരു പ്രേക്ഷക പിന്തുണ വളരെ കുറഞ്ഞു. 26% അനിമോള് കൂപ്പുകുത്തി എന്നുള്ളതാണ്. അതായത് ഈ 2 ആഴ്ച അനിമോൾക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. അനിമോളെ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നെഗറ്റീവായ സമയമാണ്. ആ സമയത്ത് 26% അനിമോൾ താഴോട്ട് പോയി എന്ന് മാത്രമല്ല, 59, ഏതാണ്ട് 60% അനീഷ് കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അനീഷ് എത്ര വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കുതിപ്പ് കയറ്റമായിരുന്നത്. 60% എന്ന് പറയുമ്പോൾ അനിമോളുടെ ഇരട്ടിയിൽ കൂടുതലുണ്ട്. പക്ഷെ ഷാനവാസ് അവിടെയും 14% പിടിച്ചു നിന്നു. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു.
ഷാനവാസിന്റെ വോട്ടിംഗ്. അത് 4 ദിവസം മുമ്പുള്ള വോട്ടിംഗ് ആണ് പറയുന്നത്. ഇനി ഒരു ദിവസം മുമ്പ് ഞാനൊരു വോട്ടിട്ടു. ഇതിലാണ് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. ഒരു ദിവസം, അതായത് ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ ഇട്ട വോട്ടിംഗ് ആണ്. അതിനകത്ത് 108, അതായത് 1,08,000 പേര് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞെട്ടിച്ചുകൊണ്ട് അനുമോള് വീണ്ടും ഫ്രണ്ട്, അതായത് അനുമോൾ ഇപ്പൊ ആക്റ്റീവായി, അനുമോള് വീണ്ടും ഫ്രണ്ടിൽ വന്ന് അനുമോള് 43% അവളുടെ പഴയ ആ ഒരു ഇതുണ്ടല്ലോ, അവളുടെ പഴയ ആ ഒരു ഫാൻ ബേസ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ആൾക്കാർക്ക് കുറെ മനസ്സിലായി അനുമോളെ കുലസിതം എന്നൊക്കെ പറഞ്ഞതും അനുമോള് പറഞ്ഞത് സത്യമാണെന്നും പലരും പുറത്തിറക്കി അവളെ കണ്ടത് തന്നെയാണ്, അവളെ കള്ളം പറഞ്ഞതല്ല എന്നൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞ ശേഷം ആ ഒരു വോട്ട് തിരിച്ചു വന്നു. അവള് 43% മുന്നേറുകയും അവിടെ അനീഷ് ഈ പറയുന്ന ഒരു ദിവസം മുമ്പ് കൂപ്പുകുത്തുന്ന ഒരു ഘടകമാണ്. അനീഷ് 29% കൂപ്പ് കുത്തിപ്പോയി. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം മറ്റൊന്ന്, ഷാനവാസ് 29%, ഇതുവരെ ഇല്ലാത്ത ഒരു പോളിംഗ് ശതമാനം ഷാനവാസിനുണ്ടായി. അതായത് ഇത് അനീഷുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഷാനവാസ്. ഇവിടെ അനുമോളുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, അനുമോളുടെ വോട്ട് അതുവരെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അനീഷിന്റെ വോട്ട് ഷാനവാസിലേക്ക് മാറപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. മനസ്സിലായോ? ഷാനവാസ് അനീഷുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണുന്നത് ഞാൻ ആദ്യമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇന്നലെ നടന്ന ഇൻസിഡന്റ് ഉണ്ടല്ലോ, നമുക്ക് ആസ് എ റിവ്യൂവർ എന്നുള്ള ഞാനും എല്ലാവരും, ഞാൻ പലരെയും റിവ്യൂ നോക്കിയപ്പോൾ അവർക്കെല്ലാം ഈ പറയുന്ന ഇന്നലെ കാണിച്ച ഷാനവാസ് കാണിച്ചത് ഒരു ഷോ ഓഫ് ആണെന്നാണ് തോന്നിയത്, അല്ലേ? ഭയങ്കര പട്ടി ഷോ ആയിരുന്നു ഷാനവാസിനെ കാണിച്ചത്. പക്ഷെ പ്രേക്ഷകർ അങ്ങനെയല്ല ചിന്തിച്ചത്. അതിന്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രേക്ഷകർക്ക് അത് മാസായിട്ട് പ്രേക്ഷകർ തോന്നി. നമ്മൾ ചിന്തിക്കും പോലെ അല്ല പ്രേക്ഷകർ ചിന്തിക്കുന്നത്. പ്രേക്ഷകർ അത് മാസാക്കി എടുത്തുകൊണ്ട് ആ വോട്ട് ഷാനവാസിന് കയറിയിട്ടുണ്ട്. പക്ഷെ ഷാനവാസിന്റെ വോട്ട് ആരുടെയാണ് പോയത് അനീഷിന്റെയാണ്. അനീഷിന്റെ കയ്യിലുള്ള വോട്ടാണ് ഷാനവാസിലേക്ക് മറയ്ക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോ അനീഷിനെ ഇഷ്ടപ്പെട്ടിരുന്നവരെല്ലാം ഇപ്പോൾ ഷാനവാസിന് വോട്ടിടുന്നു. ഞാനിപ്പോ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് രണ്ടുപേരും 29% എത്തുന്നു. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് 30% മാറാം. പക്ഷെ ഇവിടെ അനുമോൾ ഇനി എന്തെങ്കിലും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനുമോൾ ഇപ്പൊ 43, ഏതാണ്ട് പകുതിയോളം അനുമോൾ അതിൽ പിടിച്ചിട്ടുണ്ട്. അനുമോൾ എന്തുകൊണ്ട് പിടിച്ചു? അനുമോൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നുള്ള തിരിച്ചറിവ്. അതുപോലെ അനുമോൾ കുറച്ച് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇവർ ഡേഞ്ചർ സോണിലേക്ക് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അനീഷാണ്. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന, പ്രത്യേകിച്ച് അനീഷ് ഫാൻസിനോട് അഹങ്കരിക്കരുതെന്ന്. ഇതിപ്പോ വെറും 62-63 ദിവസമേ ഉള്ളൂ. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് മാറും. ഇപ്പം ഈ പറയുന്ന ഷാനവാസം 3-ാം സ്ഥാനം കിടക്കുന്നു, അല്ലെ? ഇപ്പൊ 2-ാം സ്ഥാനമാണ്. ഷാനവാസം 1-ാം സ്ഥാനം കയറാം, പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന അനീഷ് 1-ാം സ്ഥാനം കയറാം. ഹനിമോൾ ഇതിനെ കണ്ടി ഹ്യൂജ് ആയിട്ടുള്ള ഫാൻസ് കൊണ്ടുവരാം. അത് ഇനി അവിടെയുള്ള അവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. ഇപ്പൊ എല്ലാവരും അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അനീഷ് ഇപ്പം നെഗറ്റീവ് ആകാൻ കാരണം അനീഷിന്റെ കുറെ പിന്നീട് സ്റ്റേറ്റ്മെന്റുകൾ, കുറെ അനാവശ്യ തർക്കങ്ങൾ, കുറെ അനാവശ്യ വാശികൾ, പിന്നെ അനാവശ്യ വളച്ചൊടിക്കലുകളൊന്നും ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ ആവർത്തന വിരസത, എപ്പോഴും ഒരു കാര്യം ആവർത്തിച്ച് കുറെ കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. അപ്പൊ അത് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടാണ് അവന് വോട്ട് കുറഞ്ഞത്. അതുപോലെ ഇന്നലെ ഷാനവാസ് ഫയർ ചെയ്ത് ചിലപ്പം ഈ പറയുന്ന ലക്ഷ്മിയോടുള്ള വിരോധം, ഈ പറയുന്ന നമ്മുടെ ബിന്നിയോടുള്ള വിരോധം, ബിന്നിയെയും ലക്ഷ്മിയെയൊക്കെ ഇങ്ങനെ അടിച്ചിരുത്തിയപ്പോ എന്തോ ആയിക്കോട്ടെ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ കൂടി അവർക്ക് കുറച്ച് കിട്ടേണ്ടതായിരുന്നു എന്ന് പ്രേക്ഷകർ ചിന്തിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഷാനവാസ് കയറി വന്നത്. വളരെ ഇത്രയും കാലമില്ലാത്ത ഒരു കുതിപ്പാണ് ഷാനവാസ് പോളിംഗ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് എന്റെ പോൾ മാത്രമല്ല, ഞാൻ പല പോളുകളും ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. ഷാനവാസിന് കഴിഞ്ഞ ഒരു എപ്പിസോഡിന് ശേഷം യഥാർത്ഥം പറഞ്ഞാൽ സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ ചിന്തയില്ല, നമ്മൾ ചിന്തിക്കും പോലെ അല്ല പ്രേക്ഷകർ ചിന്തിക്കുന്നത്. സാബുമോന് വോട്ട് എങ്ങനെ കിട്ടുന്നു, ജിസേൽ എങ്ങനെ ഔട്ടായി, സാബുമോൻ അവിടെ ഒരു കോപ്പ് ചെയ്യുന്നില്ല. പക്ഷെ സാബുമോന് വോട്ട്, അപ്പൊ അതും ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. ഇതുപോലെ മാസ് കാണിക്കുന്നത് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇപ്പം ബിന്നിയെ കുറെ പേരുകൾ കുത്തിത്തിരിപ്പാണ് എന്ന് പറഞ്ഞ മനസ്സിലുണ്ടായിരുന്ന ബിന്നി എന്ത് ചെയ്യുന്നത്, ബിന്നിക്ക് അങ്ങനെ ബിന്നി ഭയങ്കര എവിടെ അടി ഉണ്ടാക്കും എന്നുള്ള ചിന്തയാണ്. അല്ലെങ്കിൽ ലക്ഷ്മി അവള് മഹാമോശമാണ്, അവളുടെ അമ്മയും വന്ന് എന്ത് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കയറില്ല, വേണമെങ്കിൽ തിണ്ണയിൽ ഇരുത്താം എന്നുള്ള രീതിയിൽ ആൾക്കാർക്കുള്ള ദേഷ്യം എന്ത് ചെയ്തു, ആ ദേഷ്യം ലക്ഷ്മിയോടും ഈ പറയുന്ന ബിന്നിയോടും ഉണ്ട്. അവരെ രണ്ടുപേരെയും തെറ്റാണെങ്കിൽ കൂടി അടിച്ചിരുത്തിയതാരാണ്, നല്ല രീതിയിൽ തികച്ചു കൊടുത്തത് ഷാനവാസ് എന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് അവർ ഷാനവാസിന് വോട്ട് കൊടുക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ വോട്ടിംഗ് നില. ഞാൻ ഇന്നും ഒരു പോൾ ഇടും. നിങ്ങളുടെ എല്ലാവരും ഇന്നും നമുക്ക് പോളുകൾ ഇട്ടാം. ഈ പോളുകളിൽ നിന്ന് നമുക്ക് ഒരുവിധം ഈ ഫാൻ ബേസ് കയറുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ആരും അഹങ്കരിക്കാനുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഈ സീസണിൽ. എല്ലാ സീസണേക്കാളും ഈ സീസണത്തിന് ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി ഇവിടെ ഒരു പ്രബലരായ 3 പേര്
കട്ടക്ക് നിൽക്കുന്നുണ്ട്. അത് അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനുമോളായി, ഈ 3 പേരും കട്ടക്ക് നിൽക്കുന്നുണ്ട്. ആര് വേണോ, എന്തായാലും ഇവര് ടോപ്പ് 5 കാണും, ആര് വേണോ കപ്പടിക്കാം എന്നുള്ള നിലയിലാണ്. ആർക്കും ഒരു അഡ്വാൻറ്റേജ് ഇല്ല, ആർക്കും. ഇപ്പൊ ഇന്നത്തെ ദിവസം നോക്കി കഴിഞ്ഞാൽ എന്താണ്, അനുമോൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അനുമോൾ ഇനി അവിടെ ഈ രീതിയിൽ പോയ അനുമോൾ തന്നെ കയറിക്കൊണ്ട് പോകും. പക്ഷെ എന്തെങ്കിലും വായിന്ന് അബദ്ധം വീഴുകയോ ഇതുപോലെ ഷോഫ് കാണിച്ചാൽ അനുമോൾ താഴെ പോവും. അതുപോലെ തന്നെ എല്ലാവരുടെ കേസും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിച്ച് കളിക്കണം. അതുപോലെ തന്നെ എല്ലാ പിന്നെ ഫാൻസിനോടും അതിപ്പോ അനുമോളുടെ ആയിക്കോട്ടെ, ഷാനവാസിന്റെ ആയിക്കോട്ടെ, അനീഷിന്റെ ആയിക്കോട്ടെ, അഹങ്കരിക്കരുത്, അഹങ്കരിച്ച് തുള്ളരുത്. ജയിക്കാനുള്ള ഒന്നും ആയിട്ടില്ല. ഇനിയും 10-30 ദിവസം ബാക്കി കിടക്കുന്നു. മൈൻഡ് ഇറ്റ്. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.